ഒന്ന് ഡിപ്രഷൻ ആണെങ്കിൽ രണ്ടാമത്തത് ആങ്സൈറ്റിയാണ്. അഥവാ അമിതമായ ഉത്കണ്ഠയോട് കൂടിയിട്ട് പോവുകയാണെങ്കിൽ നിരാശയായിരിക്കും ജീവിതത്തിൽ എന്നുള്ളത്. ചില കാര്യങ്ങളൊക്കെ നമ്മൾ കാണേണ്ടത് ഇത് ഈ രൂപത്തിലാണ് ഞാൻ ചെയ്യേണ്ടതെന്നുള്ളതാണ്. എല്ലാം നമ്മൾ കണക്ക് കൂട്ടിയതുപോലെ ആവണമെന്നില്ല. ജോലിയുടെ കാര്യത്തിലായിരുന്നാലും പഠനത്തിൻ്റെ കാര്യത്തിലായിരുന്നാലും പഠിക്കുന്ന വിദ്യാർത്ഥികൾ മാർക്കിൻ്റെ കാര്യത്തിലാണെങ്കിലും അത് പ്രത്യേകിച്ച് പറയണം. ചില കുട്ടികൾ മാർക്ക് കുറഞ്ഞതിൻ്റെ പേരിലൊക്കെ ആത്മഹത്യ ചെയ്യുന്നത് തീർച്ചയായും. അതായത് പിന്നെ SLC പരീക്ഷയിൽ എല്ലാ വിഷയങ്ങളിലും എനിക്ക് A+ കിട്ടും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് കുട്ടിയുള്ളത്. ഇന്നത്തെ നമ്മുടെ കാലഘട്ടത്തിൽ എല്ലാ വിഷയങ്ങൾക്കും എനിക്ക് A+ കിട്ടണം, അങ്ങനെ കിട്ടിയിരിക്കും. തോൽവി എന്നുള്ളതിനെ അംഗീകരിക്കാനോ അതിനെ സെലിബ്രേറ്റ് ചെയ്യാനോ സാധിക്കാത്ത ഒരു സാഹചര്യം. അതായത് തോൽവി ജീവിതത്തിന്റെ ഭാഗമാണ്. ആ തോൽവി ഏറ്റവും വലിയ നന്മയാണ്. അപ്പൊ തോൽവിയെ ഉൾക്കൊള്ളുക എന്നുള്ളതാണ് ഒരാളുടെ ജീവിതത്തിൽ ഉണ്ടാവേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഒരിക്കലും അത്തരത്തിലുള്ള ഒരു ചിന്തയിലേക്ക് പോവില്ല. സമൂഹത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ചില എക്സ്പെക്റ്റേഷൻസ് ആണ്, അല്ലെങ്കിൽ പ്രതീക്ഷകളാണ് ഈ രൂപത്തിൽ കുട്ടികളെ മാറ്റി തീർക്കുന്നത്. കാരണം അധ്യാപകരിൽ നിന്നും അതുപോലെ തന്നെ പലപ്പോഴും രക്ഷിതാക്കളിൽ നിന്ന് കുട്ടികളെ ഓവർ എക്സ്പെക്ട് ചെയ്തിട്ട് കുട്ടികളെ നിർബന്ധിക്കുകയാണ് പഠന വിഷയങ്ങളിൽ. വലിയ പ്രഷർ. അത് ഉന്നത വിദ്യാഭ്യാസ മേഖലയിലൊക്കെ പോകുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം നീറ്റ് ആവട്ടെ, അല്ലെങ്കിൽ IIT ആവട്ടെ, ഇതേപോലുള്ള പരീക്ഷകൾ, IAS, ഇത്തരം പരീക്ഷകളിലൊക്കെ ഒന്നോ രണ്ടോ അറ്റംപ്റ്റ് പരാജയങ്ങൾ ഉണ്ടായിട്ട് മൂന്നാമത്തെയോ നാലാമത്തെയോ അറ്റംപ്റ്റിലായിരിക്കും അയാൾ എത്തുന്നത്. പക്ഷേ ഒന്നാമത്തെ അറ്റംപ്റ്റിൽ തന്നെ, ഒന്നാമത്തെ ശ്രമത്തിൽ തന്നെ വിജയം വരിക്കണം, വിജയം വരിച്ചിരിക്കും എന്നുള്ള ഒരു ധാരണയിലാണ് രക്ഷിതാക്കളുള്ളത്. അതുകൊണ്ട് ഒരു പരാജയം ഉണ്ടാകുമ്പോഴേക്ക് സ്വാഭാവികമായിട്ടും രക്ഷിതാക്കളുടെ ഭാഗത്തു നിന്ന് കുറ്റപ്പെടുത്തലുണ്ടാവും. ഈ കുറ്റപ്പെടുത്തലുകൾ താങ്ങാനുള്ള മാനസിക ആ ഒരു സ്ഥൈര്യം അല്ലെങ്കിൽ ആ ഒരു ബലം ഇത്തരം വ്യക്തികൾക്ക് ഉണ്ടാവില്ല. എല്ലാവരുടെയും മനസ്സ് ഒരുപോലെയല്ല.